Hi everyone, this is Ebin Say from Evika. നിങ്ങൾ 2026 ഒരു മാക്ബുക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യ്. കാരണം ആപ്പിളിലെ ഒരു എൻട്രി ലെവൽ മാക്ബുക്ക്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ മാക്ബുക്ക് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണുക. ഇതേപോലെ ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം നമുക്കൊരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഹിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഈ യൂറോപ്പിലും അമേരിക്കയിലും ദുബായിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. സോ ദിസ് ഇസ് എബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ആദ്യം നമുക്കൊരു ബേസിക് ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മാക്ബുക്ക് 13 ഇഞ്ചിൻ്റെ ഒരു റെഗുലറായിട്ട് കണ്ടുവരുന്ന ഒരു ഡിസൈൻ തന്നെയായിരിക്കും ഈ ഒരു ഡിവൈസിൽ നമുക്ക് കാണാൻ പോകുന്നത്. ഫാൻലെസ് ആയിരിക്കും. കാരണം ഫാൻ ഒരു പ്രോ സീരീസിൽ വരുന്ന ഒരു കാര്യമാണ്, ഒരു കോമ്പോണൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫാൻ ഉണ്ടാവില്ല. ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് ഒരു 0.44 mm ആയിരിക്കും ഇതിൻ്റെ തിക്നെസ്സും വരാൻ പോകുന്നത്. മാക്ബുക്ക് എയർ പോലെ തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിവൈസ് ആയിരിക്കും മാക്ബുക്കിൻ്റെ ഈ വരാൻ പോകുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു ഡിവൈസിൽ വരാൻ പോകുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു പ്രൊമോഷൻ ഡിസ്പ്ലേയോ ബാക്കി ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കില്ല. യൂഷ്വലി നമ്മൾ കണ്ടു മറന്ന ഒരു LCD ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. മിനി OLED അല്ലെങ്കിൽ മിനി LED ഡിസ്പ്ലേയോ അങ്ങനെ കുറച്ചൊന്നും ഹൈ എൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ തരാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എൻട്രി ലെവലായിട്ട് വരുന്ന മാക്ബുക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, അതായത് നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കാണാനും മനസ്സിലാക്കാനും പറ്റുക അത്യാവശ്യം നല്ല കളർ കോൺട്രാസ്റ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ആപ്പിൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. iMac ഒക്കെ പോലെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഓപ്ഷൻസ് ഇതിൽ വരും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് അത്യാവശ്യം ഒരു USB-Cയും ഹെഡ്ഫോൺ ജാക്കും ആയിരിക്കും വരുന്ന പോർട്ടുകളും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത് ബാറ്ററി എഫിഷ്യൻസിയും അതോടൊപ്പം ഉപയോഗിക്കാൻ പോകുന്ന ചിപ്സെറ്റുമാണ്. ആപ്പിൾ ഇതിന് ഏറ്റവും ഒരു എൻട്രി ലെവൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസ് ആയിട്ട് വെക്കുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ചിപ്സെറ്റാണ്. A18 Pro എന്നുള്ള ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചിപ്സെറ്റും 6GB RAM ആയിരിക്കും ആപ്പിൾ ഈ ഒരു ഡിവൈസിൽ കൊടുക്കാൻ പോകുന്നത്. A18 Pro എന്ന് പറയുമ്പോൾ കുറേയധികം ആൾക്കാരുടെ നെറ്റി ഇപ്പോൾ ചുളിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ M1 ചിപ്പിൻ്റെ പല ഫങ്ഷൻസും ടാസ്കുകളും ചെയ്യാൻ പറ്റിയ എഫിഷ്യൻസി A18 Pro എന്നുള്ള ചിപ്സെറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡിവൈസ് 3 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാറ്ററി സ്റ്റോറേജും ഈ ഒരു ഡിവൈസിന് ആപ്പിളിന് കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ട എല്ലാ ടാസ്കുകളും ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ആർക്കാണ് ഈ ഒരു ഡിവൈസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ഡിവൈസ് ആപ്പിൾ ഇപ്പോൾ ഇത്രയും ചീപ്പായിട്ട് റിലീസ് ചെയ്യുന്നത്? ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്റ്റുഡൻറ്റിനെയോ അല്ലെങ്കിൽ ന്യൂലി വരാൻ പോകുന്ന ഒരു സ്മോൾ ഓൺടർപ്രണേഴ്സിനായിരിക്കും ആപ്പിൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന ഹൈ എൻഡ് ഗ്രാഫിക്സും അതോടൊപ്പം വീഡിയോ എഡിറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് ഡെയിലി ചെയ്യേണ്ട ഡെയിലി ടാസ്കുകൾ, ഇപ്പോൾ ബില്ലിങ്, അതോടൊപ്പം നമുക്ക് വേണ്ട ചെറിയ ചെറിയ PPTs, സ്ലൈഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് അത് മാക്ബുക്കിൻ്റെ ഈ ഒരു ലൈറ്റ് വേർഷൻ ആയിരിക്കും. ഈ ഒരു ഡിവൈസ് ഏറ്റവും ലൈറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ A18 ചിപ്സെറ്റ് ആയതുകൊണ്ട് മാത്രമല്ല മാക്ബുക്ക് എയർ പോലെ തിന്നായിരിക്കും, അതോടൊപ്പം ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഞാൻ പേഴ്സണലി ക്യാരി ചെയ്യുന്നതാണ് പറയുന്നത്. മാക്ബുക്ക് എയർ പോലല്ല മാക്ബുക്ക് പ്രോ അത്യാവശ്യം നല്ല ഹെവിയാണ്. കാരണം ഈ ഒരു ഡിവൈസ് നമ്മൾ ക്യാരി ചെയ്ത് ഡെയിലി നമ്മൾ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള മുതുകുവേന നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എക്സെപ്റ്റ് മാക്ബുക്ക് എയർ പോലെ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് യാതൊരു വെയിറ്റും ബാക്കിയുള്ള എഫേർട്ടും അധികം നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതോടൊപ്പം ഇതിൽ FCPയും ബാക്കി കാര്യങ്ങളും വർക്കാവും. FCP വിച്ച് മീൻസ് ഫൈനൽ കട്ട് പ്രോ. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ വർക്കാവും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇൻറ്റൻസീവായ ഗ്രാഫിക്കൽ വർക്കുകളും ബാക്കി ഉണ്ടാകുന്ന മോഷൻ ഗ്രാഫിക്സ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഒരു സ്ലോവോ അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ വലിക്കാനുള്ള അത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് ഈ ഒരു മാക്ക് മേ ബി കാണിക്കാം. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ടാസ്കുകൾ
നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും ആ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആപ്പിൾ എക്കോസിസ്റ്റം നിങ്ങൾക്ക് അക്കംപ്ലിഷ് ചെയ്യാനാണ് ഈ ഒരു ഡിവൈസ് ഇപ്പോൾ ആപ്പിൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. 2026 പകുതിയോളാകുമ്പോഴത്തേക്കും ആപ്പിൾ ഈ ഒരു ഡിവൈസ് റിലീസ് ചെയ്യുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. ഈ ഒരു റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ എന്നെ ഫോക്കസ് ചെയ്യിപ്പിച്ചതും ഇതിൻ്റെ ബഡ്ജറ്റാണ്. ഏകദേശം $499 മുതൽ $699 വരേക്കും ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ പ്രൈസ് സ്പെക്കുലേഷനാണ്. ഏകദേശം 40,000 രൂപ മുതൽ 60,000 രൂപയുടെ ഉള്ളിൽ ഈ ഒരു ഡിവൈസ് ആപ്പിൾ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ചുട്ടപ്പം പോലെ ആയിരിക്കും ഈ ഒരു ഡിവൈസ് എല്ലാവരും എടുക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറുതായിട്ട് വരുന്ന ഓരോ ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന കുറേ കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. കോളേജ് സ്റ്റുഡൻസ് ഒന്നും ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഓരോ കൊല്ലവും എത്രത്തോളം കോളേജ് സ്റ്റുഡൻസാണ് വരുന്നത്, ഇവർക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ്. അത്യാവശ്യം ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പിൾ പ്രോഡക്റ്റ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഐഫോണുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ എക്കോസിസ്റ്റം കംപ്ലീറ്റ് ചെയ്യാനും ആൻഡ് എല്ലാ ഫയൽസും ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഈ ഒരു ഡിവൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഏകദേശം ഇന്ത്യൻ പ്രൈസ് 60,000 രൂപ വരെ വരികയാണെങ്കിൽ പോലും ആൾക്കാർ അത് വാങ്ങിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 2026 പുതിയ മാക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു മാക്ക് റിലീസ് ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുതിയ M-Series പ്രോ സീരീസ് മാക്ബുക്കും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ കുറേ മാക്കുകളും ആപ്പിൾ റിലീസ് ചെയ്യുന്നത് ഏറ്റവും പുതിയ യൂസേഴ്സിന് നല്ല രീതിക്കുള്ള പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാം അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം നമുക്ക് എന്തായാലും ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിനും ഹിറ്റ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ചാനലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിലും അതോടൊപ്പം ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് ഞാൻ റിലീസ് ചെയ്യുന്ന വാൾപേപ്പേഴ്സും അപ്ഡേറ്റ്സും ലീക്സും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയ സൈനിങ് ഫ്രം എബിക.